മൈൻക്രാഫ്റ്റിനെ പറ്റിയാണ്. നിങ്ങൾ കുറെ പേര് എന്നോട് ഒരു ഗെയിമായിരുന്നു മൈൻക്രാഫ്റ്റ്. അപ്പം തെഞ്ഞാത്ത അപ്പം 2-3 ദിവസമായിട്ട് മൈൻക്രാഫ്റ്റ് ഇതോട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനുള്ളതാണ്. 2-3 മാസമായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് നമ്മളെ ചാനൽ തുടങ്ങിയത് ഇവനെ തുടങ്ങിയിട്ടാണ്. അപ്പം നമുക്കന്ന് ഇനി BGMI ഗെയിം പ്ലേ കഴിഞ്ഞൊരു മൈൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പക്ഷെ മൈൻ പരിപാടി ചെയ്യാക്കാന്നും പറഞ്ഞാൽ നമ്മളൊരു മൈൻക്രാഫ്റ്റ് അത് ഏറ്റവും ന്യൂ വേർഷൻ ലേറ്റസ്റ്റ് വേർഷനായ വേർഷൻ ഏതാന്ന് നോക്കിയിട്ട് പറയൊക്കെ കുറേ നാളെ കണ്ടിട്ട് ബ്രോ. നമ്മുടെ ചിക്കക്കോഴിയാണ്. നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ചിക്കക്കോഴിനെയൊക്കെ. ചിക്കക്കോഴി പണ്ടത്തെ നമ്മളെ നെയ്താക്കിയിട്ട് ഇത് നമുക്ക് നിർത്താൻ ഒരു എക്സ്പ്ലോ പോലെ ചെയ്താലോ? എന്ത് പറയുന്നത്? നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എക്സ്പ്ലോ പോലെ ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ മതി ഹങ്കറില്ല. ആദ്യം നമുക്ക് ഫർണസ് തന്നെ ഉണ്ടാക്കണം. ആദ്യം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിന് ഒരു നല്ല സ്ഥലത്തോട്ട് പോകാം. പണ്ടത്തെ പാർക്കോർ പുളിയായിരുന്നു ഞാൻ വീഡിയോയ്ക്ക് മുമ്പ്. ഈ മലയൊക്കെ നമുക്ക് ക്ലൈം ചെയ്യേണ്ടതാണ്. വെയിറ്റ് ആൻഡ് സീ. കോബിൾ സ്റ്റോൺ ഇനി നമുക്ക് കുറച്ച് അതൊരു ബെഡ് ഉണ്ടാക്കണം. കൈ പിടിക്കുക, ഫർണസ് ഉണ്ടാക്കുക, ചെസ്റ്റ് ഉണ്ടാക്കുക, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം ഫസ്റ്റ്. അപ്പം നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക, സ്റ്റോൺ ആർട്സ്, സ്റ്റോൺ സോഡ്, സ്റ്റോൺ ഇത് നമുക്ക് ഇതിനൊക്കെ ഒന്ന് മേലോട്ട് വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. നമ്മുടെ പണ്ടത്തെ അറേഞ്ച്മെൻ്റാണ് ദീസ് ഓക്കെ. പോലെ ഒരു കുത്തിനുള്ളൂ ബ്രോ. ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാന്നേ ഉള്ളൂ. അങ്ങോട്ട് കൂടാ, അങ്ങോട്ട് വെക്കോ തൊടാൻ പോകണ്ട. നമുക്ക് ഇതെവിടെ വെക്കുന്നു? കോളാവശ്യമാണ്. നേരത്തെ കടന്ന് വെളുപ്പിക്കുകയാണെങ്കിൽ നല്ലത്. അയ്യോ, റീസ്പോൺ പോയിന്റ് അവിടെ സെറ്റായി ഇല്ല. ബ്രോ എന്നെ കണ്ടില്ല, കാണണ്ട. ഓക്കെ, കൂടെ ഇതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടെ ചിക്കൻ. അപ്പോൾ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം.
വെട്ടിയിട്ട് ഗൈസ്, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ആട്ടവട്ടെ. വിഷമം ഉണ്ടായിട്ടില്ല. നമുക്ക് ഇങ്ങനത്തെ ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ വെട്ടിക്കൊന്ന ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. അതായത് വീറ്റ് ഫാമിങ്, അങ്ങനെ ഫാം ചെയ്യണം. നമുക്ക് വെട്ടിക്കൊന്നുണ്ടാക്കുകയാണെങ്കിൽ സിമ്പിളാണ്. വെട്ടിക്കൊന്നാൽ മതി. ഇപ്പം മൈൻക്രാഫ്റ്റിൽ ഒരു പ്രശ്നമുണ്ടായ പ്രശ്നം എന്നല്ല, നമ്മൾ സാധാരണ സ്പോണാകുന്നിടത്ത് ഒരു വില്ലേജ് വരുന്നതാണ്. ചില വേൾഡിലിപ്പം വില്ലേജ് കാണുന്നില്ലെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിനെ വെച്ചിട്ട്. പക്ഷെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഉണ്ട്, തപ്പി പിടിക്കാത്തായിരുന്നു. ബോയ് ഗൈസ്, ഒരു ഹോളും കൂടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ചാടിവ കണ്ണ, ചാടിവ കണ്ണ. എന്നാലും ചിക്കൻ കിട്ടുന്നുണ്ട്. ക്രൗച്ച് ചെയ്യണം. ഓക്കെ, എല്ലാത്തിനും ഒന്ന്. ഓ ഗൈ, ഒരു മട്ടൺ സെറ്റ് ആക്കി എടുത്തിട്ട് ഇത് കത്തിക്കില്ല. അതുകൊണ്ട് ചെസ്റ്റ് വെച്ച് കത്തിക്കാം. അറിയത്തില്ല എനിക്ക്. ചെസ്റ്റ് വെച്ച് ഞാൻ കത്തിച്ചിരിക്കുന്നു. ഒരു ചെസ്റ്റ് വെച്ച് നോക്കട്ടെ. കുക്കഡ് മട്ടൺ കാര്യങ്ങളൊക്കെ ചത്ത കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോകും. അതിന് മുച്ചാകാതെ നോക്കേണ്ടത്. മൂന്നുപേർക്ക് രണ്ടെണ്ണത്തിന് അടിച്ചിട്ടൊക്കെ പോയി. അവനെന്താ ഞാൻ കാണുന്നു, അയനോറ് ഞാൻ കാണുന്നു. ഇങ്ങനെയൊക്കെ അയൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണിൻ്റെ അടിയിൽ പോയി കഷ്ടപ്പെട്ടൊക്കെ അയൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അയൺ വന്നു കഴിഞ്ഞാൽ യൂസ്ലെസ് ചെയ്യണം. അതെ, യൂസ് ചെയ്യണം. യൂസ്ലെസ് ചെയ്യല്ലേ, സോറി, യൂസ് ചെയ്യണം. എമറാൾഡ് സോ ഗൈസ്, റിച്ച് കേട്ടോ. എൻ്റെ പോലെ എനിക്ക് കോളടിച്ച പോലെ ഫുള്ള് കോളും കേട്ടോ. ഫുള്ള് മൈൻഡ് ചെയ്തിട്ട് പോയാൽ മതി. നിങ്ങളൊരു സ്ട്രീം ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറ, നമുക്ക് സ്ട്രീമിംഗ് ഒക്കെ നോക്കാം.
ഓരോട് പോണത് ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കട്ടെ. ഞാനിവിടെ ഓക്കെ പെട്ടെന്ന് ഓടിക്കും. അല്ലെങ്കിൽ എനിക്കിട്ട് സ്കെലിട്ടൺ ബ്രോ അടി തരും. പോടാനും തന്ത കണ്ടിയില്ലാത്തൊന്നും അല്ലടാ. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇപ്പം നീലുണ്ട്. ഓക്കെ 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 കോപ്പർ വേണ്ട. എനിക്ക് കോപ്പർ വേണ്ട. കൗച്ചി എന്താ കിട്ടില്ല. കുറച്ച് കോളുള്ളത് മതി. ഇതിന് സ്റ്റോണ് ഇത് തീരാൻ മൈനിങ്ങിലേക്ക് കടന്നു. ഗൈസ് ഓക്കെ സെറ്റ്. ഗൈസ് അടുത്തൊരുടാണ്. ബൈ ഗൈസ്.